അള്ളാഹുവിനു മാത്രമേ സുജൂദ് ചെയ്യാമെന്നിരിക്കെ മലക്കുകളോട് അള്ളാഹു എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ഇവിടെ അള്ളാഹുവിനു മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൽപ്പന മനുഷ്യരോടുള്ള കൽപ്പനയാണ്. ഈ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പനയായതുകൊണ്ടും മനുഷ്യർ സാഷ്ടാംഗം നമിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം ഉണ്ടായി വരും എന്നതുകൊണ്ടും ഉള്ള കൽപ്പനയാണിത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ചെയ്യുന്ന സാഷ്ടാംഗ പ്രണാമം അത് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ്. ആർക്കാണോ സാഷ്ടാംഗം പ്രണമിക്കുന്നത് അവർക്കുള്ള ആരാധനയാണ്. ഇവിടെ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ മാത്രം സാധിക്കുന്നവരാണ്. അവർ ആ അനുസരിക്കുക എന്നതിനപ്പുറത്ത് അതിൻ്റെ പിന്നിലുള്ളത് എന്താണ് എന്ന് അന്വേഷിക്കാറില്ല. ഈ മലക്കുകളോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന പ്രവർത്തനം മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. മനുഷ്യർക്ക് വല്ല ദിവ്യത്വം കൽപ്പിക്കുകയോ മനുഷ്യരോട് വല്ല പ്രാർത്ഥനാരൂപത്തിലുള്ള മാനസികാവസ്ഥയുണ്ടാവുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പടച്ചവന്റെ കൽപ്പന അനുസരിക്കുക, ആ കൽപ്പന അനുസരിക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്തുകൂടാ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ് മനുഷ്യനും അനുസരിക്കേണ്ടത്. പടച്ചവന്റെ കൽപ്പനയുടെ ഭാഗമാണ്, പടച്ചവന്റെ കൽപ്പനയാണ്, മനുഷ്യരോടുള്ള കൽപ്പനയാണ്. സർവശക്തനല്ലാതെ സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കും സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൂടാ എന്നത്. അങ്ങനെ പ്രണമിച്ചാൽ അത് സൃഷ്ടിപൂജയായിത്തീരുമെന്നത്. എന്നാൽ ഇത് അള്ളാഹുവിനെ അനുസരിക്കുന്ന മലക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുധാവനം ചെയ്തുകൊണ്ട് മലക്കുകൾ അത് ചെയ്തു എന്ന് മാത്രം. അത് മനുഷ്യരോടുള്ള കൽപ്പന അവിടെ മലക്കുകൾക്ക് ബാധകമല്ല എന്നർത്ഥം.